ഹായ് മക്കളെ, അപ്പം എക്സാമിനേഷനൊക്കെയാണ്, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ലൈവുകളൊക്കെ കണ്ടിന്യൂസ് നടക്കുന്നുണ്ട്. എല്ലാവരും ലൈവിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ അത് എക്സാം ഹാളിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്ന് മറ്റൊന്നുമല്ല, ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ 2025 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തു. അപ്പോൾ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി. അത് നിങ്ങളോട് എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് മെയിനായിട്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ തിയറി ക്വസ്റ്റ്യനും, ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും, കോൺസെപ്റ്റൽ ക്വസ്റ്റ്യനും, അതേപോലെ ഡെറിവേഷനും, ഇങ്ങനെ 4 കാറ്റഗറിയാക്കി മാറ്റുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും കൂടുതൽ മാർക്കിനും ഏറ്റവും കുറവ് മാർക്കിനും ചോദ്യം വന്ന സെക്ഷൻ ഏതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ ആദ്യം ഏറ്റവും കുറവിൽ തുടങ്ങാം. കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. 13 മാർക്കിനാണ് ഈ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ നമ്മളോട് എന്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ട്, എന്നാൽ അല്പം മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമില്ല, മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സിമ്പിളി തിയറിയൊക്കെ നന്നായിട്ട് അറിയാമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ് അവിടെ നിന്ന് ചോദിച്ചിരിക്കുന്നത്. 13 മാർക്കാണ് കോൺസെപ്റ്റൽ ക്വസ്റ്റ്യന്. അതിനുശേഷം നമ്മളെല്ലാവരും കുഴപ്പിക്കുന്ന ഒരു സംഗതിയാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇറങ്ങി ഓടുക അല്ലേ. ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ നിന്നും 15 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, അതായത് ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന പ്രോബ്ലം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചത്. 15 മാർക്കിനാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത്. പിന്നീട് നമ്മുടെ തിയറി ക്വസ്റ്റ്യൻ ആണ്. തിയറി ഡയറക്റ്റ് ഹിറ്റാണ്. അതായത് തിയറി അറിയാമെങ്കിൽ, ലോ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റേ ഡയഗ്രാം, ഇപ്പോൾ നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ റേ ഡയഗ്രാം ഒക്കെ വരക്കാൻ പറയുന്ന, അതുപോലെ സിമ്പിളായിട്ടുള്ള ഇപ്പം ഫുൾ വേവ്, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ്, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെയാണ് ഈ തിയറി ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ തിയറി ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മളോട് 24 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ തിയറി ക്വസ്റ്റ്യൻ മാത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് പാസ്സാകാൻ കഴിയുന്നതാണ്. കാരണം 18 മാർക്ക് മതി പാസ്സാകാൻ. അപ്പോൾ തിയറി മാത്രം പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് പാസ്സാകാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഏറ്റവും നമ്മളെ കുഴപ്പിക്കുന്ന സംഗതിയാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. 25 മാർക്കിനാണ് ഡെറിവേഷൻസ് മാത്രം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു കുട്ടിക്ക് ഡബിൾ പാസ് ആകാൻ നമ്മൾ തിയറിയും അതേപോലെ ഡെറിവേഷനും മാത്രം പഠിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് അവിടെ നിന്ന് എത്ര മാർക്കാണ് കിട്ടുന്നത്, 49 മാർക്ക് നമുക്കവിടെ കിട്ടുന്നതാണ്. 60-ൽ 49 മാർക്ക് എന്ന് പറഞ്ഞ് നിസ്സാരക്കാരനല്ല എന്ന് എനിക്ക് പറയാം, നിങ്ങൾക്കും അറിയാം. ഓക്കെ അല്ലേ. പിന്നെ അതിൻ്റെ കൂടെ അല്പം കോൺസെപ്റ്റും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിസ്സാരമായി നമുക്ക് A+ലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടഫാകത്തൊന്നുമില്ല, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കത്തുള്ളൂ. ചിലപ്പോൾ നമ്മൾ കാണാത്ത കുറേ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് കരുതി നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളൊന്ന് വായിച്ച് നോക്കിയാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ മറ്റു രീതിയിലായിരിക്കും ചോദിക്കുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സൂപ്പർ 6 ഇന്ന് വൈകുന്നേരം ഉണ്ട്. നിങ്ങളെല്ലാവരും വരിക, നമുക്ക് അവിടെ ബാക്കി എന്ത് ചെയ്യാം, സെറ്റാക്കാം. അപ്പോൾ ഇനി കയറി പോകുന്നേക്ക് രാത്രി 7 മണിക്ക്.